രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാക്കി വെച്ചേക്കുന്നതാണ്. തലേ ദിവസം 2 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് 5 മണിക്കൂർ കുതിർത്ത് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത്. രാവിലെ അത് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് ഒഴിച്ച് കുഴച്ച് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പച്ചെമ്പ് വെള്ളം ഒഴിച്ച് തീയെ വെച്ച് നല്ല ചൂടാകുമ്പം ഇത് ഓരോന്ന് പെറുക്കി ഇങ്ങനെ ഉരുളകളാക്കി വെച്ചേക്കുന്ന ഓരോന്ന് ഇതുപോലെ പെറുക്കി വെച്ച് കൊടുക്കുക. വലിയ ഉരുളയാകില്ല, ചെറിയ ഉരുളയേ പറ്റുള്ളേ, വലുതായ ഒരു രസമില്ല. ഇത് നമ്മൾ ഓരോന്നും ഉരുളകളാക്കി ചെറിയ ചെറിയ ഉരുളകളാക്കി ഓരോ ട്രിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇടയ്ക്ക് ഇത് വലുതായിട്ടുണ്ട്, വലുതാക്കരുത്, ചെറുതായാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് നല്ലപോലെ ഇത് കണ്ടോ ഇതുപോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മൂടി വെക്കുക, നല്ലപോലെ വെന്ത് വരട്ടെ, അതവിടെ ഇരുന്ന് വേകട്ടെ. അതിന് ശേഷം നമുക്ക് ഒരു തേങ്ങ ഇതുപോലെ ചിരകി ഒരു 5-6 ചെറിയുള്ളി എടുത്ത് ഒരല്പം ജീരകം വേണമെങ്കിൽ ചേർത്താൽ മതിയേ. മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് ചേർക്കണ്ട. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ഇതുണ്ടോ കാശ്മീരി മുളക് പൊടിയാണിത് ചേർത്ത് കൊടുത്തേച്ച് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഒറ്റ കറക്കലേ കറക്കാവുള്ളൂ. ഇതുപോലെ നമുക്ക് ഈ എണ്ണയൊഴിച്ച് ചീഞ്ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പം കടുകിട്ട് കൊടുക്കുക. അതുപോലെ കടുകിട്ട് കൊടുക്കുക. കടുക് മൂത്ത് വരും. വത്തൽമുളക് എളുപ്പത്തിന് നമുക്കൊരു ഡിബിനകത്തോട്ട് മുറിച്ച് വെച്ചാൽ മതി, ആവശ്യത്തിന് എടുക്കാൻ പാകത്തിന്. അപ്പോൾ ആവശ്യത്തിന് എടുത്ത് വരുമല്ലോ. അതിനകത്തോട്ട് കരിയാപ്പിലയും കൂടി ഇട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ തേങ്ങ അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ആ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഇളക്കണം. അതിന് ശേഷം ഇളക്കുക ഇതുപോലെ കണ്ടോ. ഒരല്പം മൂപ്പായി വരുമ്പം നമ്മൾ വാങ്ങി വെച്ചേക്കുന്ന അതേ നമ്മൾ ആക്കി വെച്ചേക്കുന്ന ചെറിയ ഉരുളകൾ വെന്ത് കാണും. അത് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കണം. പെറുക്കി ചെറിയൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചേക്കുന്ന ഉരുളകൾ ഇതുപോലെ ഈ മൂത്ത് വരുന്ന തേങ്ങയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി ഇതുപോലെ ഇളക്കിയെടുക്കുക. അരപ്പെല്ലായിടത്തും ചേരുന്നത് പോലെ ഇളക്കിയെടുത്ത് കണ്ടോ രാവിലെ ചായക്ക് ഇത് നിങ്ങൾക്ക് മധുരം ഇട്ടും കഴിക്കാം. ഇനി എന്തെങ്കിലും കറി വേണമെങ്കിൽ കറിയാക്കിയും കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അവനവൻ്റെ ഇഷ്ടത്തിന്. ഇതുണ്ടോ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണേ, ആക്കി നോക്കണം. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.